നമസ്കാരം. ഇന്നൊരു ബിരിയാണിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഈസി ബിരിയാണി. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്, അതുകൂടി ചേർത്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കൂട്ടിത്തിരുമാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് എടുക്കണ്ട. എന്നിട്ട് നന്നായിട്ട് കൂട്ടിത്തിരുമിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ, ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു കുക്കറാണ്. കുക്കറിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 5 സവാള മീഡിയം സൈസ് അത് ഇതുപോലെ സ്ലൈസ് ആക്കിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 6-7 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അതുകൂടി ചേർത്തെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വലിയൊരു കുടം വേണം. പിന്നെ വേണ്ടത് വലിയ പീസ് ഇഞ്ചി, അതും ചതച്ചതാണ്. അതോട് ചേർത്തെടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 തക്കാളി, അത് ഇതുപോലെ കട്ട് ചെയ്തതാണ്. പിന്നെ ഇട്ട് കൊടുത്തത് കറിവേപ്പിലയാണ്. അതോട് ചേർത്തെടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ചേർത്തെടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ അത്രേ വേണ്ടൂ കേട്ടോ. അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇതുപോലെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം നെയ്യാണ്. അതോട് ചേർത്തെടുത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സവാളയും തക്കാളിയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ചേർത്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മസാല പൗഡർ, അവർ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബിരിയാണിയിലേക്ക് നമ്മൾ വിനാഗിരിയാണ് കേട്ടോ ചേർക്കുന്നത്, തൈരല്ല. അപ്പോൾ ആ വിനാഗിരി ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ മസാല പൗഡറുകളോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഈ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ബിരിയാണി തയ്യാറാക്കിയാൽ. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന കുറച്ച് വെള്ളം ഇതിൻ്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഗ്രേവിയോടുകൂടി ഒന്ന് വറ്റിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അരി വറ്റിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ഒരു കുക്കറോ അല്ലെങ്കിൽ ബിരിയാണി ചെമ്പോ ഏതെങ്കിലും വെച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ്. അതോട് ചേർത്തെടുത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇതെല്ലാം കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജാതിക്കയുടെ പൂവുണ്ടല്ലോ, അതാണ് കേട്ടോ ഉണങ്ങിയത്. അതോട് ചേർത്തെടുത്ത് നമ്മൾ നേരത്തെ കഴുകി വാല വെച്ചിട്ടുണ്ടായിരുന്നു അരി, അപ്പോൾ അതുകൂടി ചേർത്തെടുക്കുകയാണ്. 4 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ബിരിയാണി അരി. അതോട് ചേർത്തെടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒരു 1.5 കപ്പുണ്ട്, അത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കപ്പ് ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം കൂടി ചേർത്തെടുത്ത് നമുക്കിത് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 6 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ കുങ്കുമപ്പൂവാണ്, അത് ഓപ്ഷനിലാണ്. അതോട് ചേർത്തെടുക്കുന്നുണ്ട്, ഒരു കളറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ കുക്കർ അടച്ച് വെറുതെ മൂടി വെച്ചിട്ടുള്ളൂ കേട്ടോ, വെയിറ്റ് ഇട്ടിട്ടൊന്നും വിസിലടുപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും സവാളയും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അതോട് ചേർത്തെടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇട്ട് കൊടുത്താൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. ഇതുപോലെ ഒരു ഉരുളി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യ് ആദ്യം വെച്ചെടുത്ത് പിന്നെ നമ്മൾ ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, വേവിച്ച് വെച്ചത്. അതോട് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം നെയ്യ് ഇതുപോലെ തൂകി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അതോട് ചേർത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതെ ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ബിരിയാണി സെറ്റാക്കി എടുക്കാം കേട്ടോ.
പിന്നെ ഇതെല്ലാം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് തൂവി ചേർത്തെടുക്കാം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലെങ്കിൽ ചേർത്തെടുക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാം. വലിയൊരു വട്ടത്തട്ടം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കനമുള്ള എന്തെങ്കിലും കയറ്റി വെച്ച് ചെറിയ സ്ലിമ്മിൽ നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.